നല്ല വൈബോടുള്ള ഒരു റീ റിലീസ് ആയിരുന്നു. നല്ല ഇഷ്ടമായി. ഞങ്ങൾ എൻജോയ് ചെയ്തു, ഡാൻസ് ഒക്കെ കളിച്ചു. FDFS കണ്ടതാണ് ഓൾറെഡി. ആ സമയത്ത് നാട്ടിൽ നിന്ന് കണ്ടതാണ് പയ്യന്നൂരിന്ന്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും കണ്ടു. അതിന്റെ വൈബ് വേറെ തന്നെ രീതിയിലായിരുന്നു. എല്ലാവരും ഡാൻസ് ആയിരുന്നു ലാസ്റ്റ് പാട്ടിലൊക്കെ. ഞങ്ങള് തിയേറ്ററിലുള്ള ഫുൾ തുള്ളലായിരുന്നു, അടിച്ചു പൊളിച്ചു. പാസ്കോഡ മകാമ ആ സോങ് ഫുള്ള് വൈബായിരുന്നു. നല്ല നല്ല പടമായിരുന്നു. നല്ല നല്ല പടം എന്നല്ല, കണ്ട പടമായാലും തിയേറ്ററിൽ കണ്ട് നമുക്കൊരു ഓർമ്മയുണ്ട. എപ്പോഴും നമ്മള് സിനിമ ടി വി കണ്ട സിനിമയാണ്. പക്ഷെ ഈ ഒരു ജനക്കൂട്ടത്തിൽ ഇരുന്ന് കാണണമെങ്കിൽ അകത്ത് പോയി ഷൂട്ട് ചെയ്യണം. നിങ്ങളതൊക്കെ തിയേറ്ററിൽ എങ്ങനെ ഒരു വൈബ് എങ്ങനെ ഉണ്ട്? അടിപൊളി, ഒന്നും പറയാല്ല. അതല്ലേ, അകത്ത് പോകണം, അകത്ത് പോയാൽ കാണാം. 17 വർഷത്തിന് ശേഷം ഇന്നലെ റിലീസായ മൂവി പോലെ വിസിലടിയും പേപ്പർ പറത്തലും എല്ലാം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പലതവണ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ളത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എൻ്റെ കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് കണ്ട സിനിമയാണ്. വെരി ഗുഡ്, നൈസ് ആയിരുന്നു. ഓഡിയൻസും കിടിലും, സിനിമയും സൂപ്പർ. വൈബ് എക്സലന്റ് വൈബായിരുന്നു, സൂപ്പർ ആയിരുന്നു. വൻ ബഹളമായിരുന്നു. ഇത് ഫാൻസിന്റെ കൂടെ തന്നെ ഇരുന്ന് കാണണം കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ വന്നിരുന്ന് കണ്ടത്. ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. പണ്ട് ഇവിടെ അഞ്ചരി അതിലേക്ക് ആയിരുന്ന സമയത്ത് വന്ന് കണ്ട പടമാണ്. അന്നത്തെ കാട്ടിയും 10 എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളത്തിൽ ഇറങ്ങിയതിൽ ഏറ്റവും ലാസ്റ്റ് ഒരു പക്കാ കമേഴ്ഷ്യൽ പടം ഇതായിരുന്നു. അതിനുശേഷം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഇനി കുറേ നാൾ കഴിഞ്ഞ് ഇറങ്ങിയാലും നമുക്കൊരു മടുവില്ലാതെ കാണാൻ പറ്റും. പിന്നെ ഓരോ സീനും അത്രയ്ക്ക് ഫ്രഷ്നെസ് ഉണ്ട്, ഒരു കുഴപ്പമില്ല, പക്കയാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ റീ റിലീസുകളിൽ ബെറ്റർ ആയിരുന്നു. നല്ല പടാ, അടിപൊളി. ആ ക്വാളിറ്റി ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. സിനിമ പിന്നെ അടിപൊളിയാണല്ലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് കണ്ടതാണ്, പിന്നെ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്തപ്പം അത് ഗംഭീരമായിട്ട് തോന്നി. പിന്നെ പ്രത്യേകിച്ച് 2000-ലെയൊക്കെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. പൂരപ്പറമ്പാക്കി ഷോസ് കൂട്ടണം എന്നാണ് തോന്നുന്നത്. ഷോസ് കൂട്ടേണ്ടി വരുമെന്നാണ്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ഗോഡ് ലാൽ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു നല്ല വൈബ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഫുള്ളായിരുന്നു. നല്ല ഡാൻസ് ഒക്കെ കളിക്കാനുള്ള ഓളം ഉണ്ടായിരുന്നു. നല്ല പാട്ടൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു. അപ്പൊ നല്ല സൂപ്പർ. സൂപ്പർ. അന്ന് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് കിട്ടിയത്. 2007 വന്ന പടം 2025 റീലീസ് ചെയ്യുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആവേശം കണ്ടപ്പോൾ ഇതേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. വളരെ നല്ലത്. പിന്നെ പാട്ടൊക്കെ കണ്ടപ്പോൾ നല്ല വൈബായിരുന്നു. പിന്നെ സിനിമ പിന്നെ TV കാണുന്നതിനേക്കാളും നല്ലത് ഞാൻ തിയേറ്ററിൽ വന്ന് കാണണം. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. ശരിയാണ്. അടിപൊളി അടിപൊളി. രണ്ടാമത് കണ്ടെന്ന് തോന്നേയില്ല. അടിപൊളി. നൈസായിരുന്നു, നൈസായിരുന്നു. നല്ല വൈബായിരുന്നു. ആ ഡാൻസ് അതെ അതെ ഭയങ്കര